ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പം നമുക്കിന്ന് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തിന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പത്തിരിയോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ സാധാരണ നീർദോശ ഉണ്ടാക്കാറുണ്ടാവും. അപ്പം അതിന് പകരം നിങ്ങൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ദോശ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നമുക്കിത് അരി കുതിർക്കാനോ അരയ്ക്കാനോ അല്ലെങ്കിൽ മാവ് പൊങ്ങാൻ വെക്കാനോ ഒന്നുമില്ല കേട്ടോ. ഉഴുന്നോ ഒന്നും ചേർത്തിട്ടില്ല. അതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് പൊടി മിക്സിയിലൊന്ന് കറക്കി അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റിയിട്ടില്ല നല്ല മൊരിഞ്ഞ ദോശയാണ് കേട്ടോ. അപ്പം നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു ദോശ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ. അപ്പം ആ സെയിം അളവിൽ തന്നെ നമുക്ക് 1 ഗ്ലാസ് അരിപ്പൊടിയാണ് ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിയും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു നൈസ് പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കണം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. 1 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് ചോറ്, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ചേർത്തതിൻ്റെ പേരിൽ നമുക്ക് ഇനി ഇത് മിക്സ് ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നല്ലോണം അരഞ്ഞോട്ടെ. അപ്പം ഞാനിത് അരയ്ക്കുന്ന സമയത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് മൊത്തം നമ്മൾ 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നല്ലോണം നമുക്ക് ആ ഒരു പൊടി, അതിലെ മാവ് നല്ലോണം നമുക്കൊന്ന് വടിച്ചെടുക്കുക. അതിനുശേഷം ഇതാ നമുക്കൊരു തവി വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു മാവിനെ ഇതുപോലെ ഒന്ന് കലക്കി കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഒന്ന് കലക്കി കൊടുക്കുക. നമ്മൾ ബേക്കിംഗ് സോഡയോ ഇനോയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ ഇതാ നന്നായി ചൂടായിട്ടുണ്ട്. ഓവറായിട്ട് ചൂടുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം തളിച്ചിട്ട് അതിൻ്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്ത് നിർത്തണം കേട്ടോ. എന്നിട്ട് മതി മാവ് കോരി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുമായിട്ടുള്ള മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കനയില്ലാണ്ട് പരത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇത്തിരി എണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യണ്ട. അപ്പോൾ ഇതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ദോശ കഴിക്കാൻ വേണ്ടി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി പരത്തി ഉടനെ തന്നെ ചെയ്യണമെന്നില്ല. നമ്മൾ ഒന്ന് മൂടി വെച്ച് തുറക്കുമല്ലോ, ആ സമയത്ത് ചെയ്താലും മതി. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് അരിപ്പൊടി വെച്ചിട്ടുള്ളത് അതിൻ്റെ പേരിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ക്രാക്ക് വരും. അപ്പം അതിന് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ, 2 സെക്കൻഡ് ഒന്ന്. എന്നിട്ട് നമ്മുടെ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ള ദോശ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം എണ്ണയോ നെയ്യോ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അത് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കിത് അതുപോലെ മൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സമയം കൂടെ ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോഴാണ് ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരിക കേട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം മൊരിയണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എത്രത്തോളം മൊരിയിപ്പിച്ചെടുക്കണം വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് മൊരിയിപ്പിച്ചാൽ മതി. അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം. അപ്പം എണ്ണ തടവിയതിന് ശേഷം നമുക്ക് കുറച്ച് സമയത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പം അത് നല്ലോണം മൊരിഞ്ഞ് വരും കേട്ടോ. അപ്പം ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, മീഡിയം അല്ലെങ്കിൽ ലോ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ട് തീ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടുമ്പോൾ വല്ലാണ്ട് ഗ്യാസ് കുറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഇത് മൊരിഞ്ഞ് കിട്ടൂല. അപ്പം ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ആ ദോശ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ ചൂടായി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഗ്യാസ് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ അടുത്തതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ദോശ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ടാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന, കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ അതും ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കതും ആ ഒരു പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളിതാ ദോശ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ മൊരിയിപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ? അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അത് എത്രത്തോളം മൊരിഞ്ഞെടുക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും മൊരിയിപ്പിക്കേണ്ടെന്നാണ് വെച്ചെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ ക്രിസ്പി പോലെ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ദോശയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും വേണ്ടിയിട്ട് മറന്നു പോവല്ലേ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ കേട്ടോ. നിങ്ങൾ ഈ ദോശ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം കേട്ടോ. നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചും നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളൊന്നും അറിയിക്കാനും വേണ്ടിയിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പം നമ്മളിത് അരി അരച്ചിട്ടും മാവ് പൊങ്ങാനൊന്നും വെക്കാതെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പം എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ടൈമില്ലാത്ത സമയം, അപ്പോൾ അരിയൊന്നും വെള്ളത്തിലിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ഇൻഷാ അല്ലാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരിക കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.